നടത്തി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരായോ മരിച്ചുപോയവരുമായോ ഏതെങ്കിലും സാദൃശ്യം തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ ആരംഭിക്കട്ടെ. മാർത്തോമാ ചക്രവർത്തി സേവികാ സംഘം അവതരിപ്പിക്കുന്ന വ്യത്യസ്ത കലാസൃഷ്ടി 10 രംഗമാണ്. വേഗം വാ, നമ്മൾ താമസിച്ചു പോയെന്ന് തോന്നുന്നു. ശരിയാ, മറ്റാരെ കാണുന്നില്ലല്ലോ. അപ്പൊ ഇനി യജമാനൻ വന്ന് നമ്മൾ പോയി കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. രാത്രി പരിത്യാഗവും ഉപവാസവും കൊണ്ട് നമ്മൾ എഴുതിയെടുത്തതാണ് ഈ സൂചന. എന്തോ എനിക്കത് പേടിയാകുന്നു. എങ്കിലും ആ 5 പേരെ ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി അവർ വരാതിരിക്കുമോ? നീ എന്താണ് ഇത്രയും പേടിക്കുന്നത്? നമ്മൾ കൃത്യം സമയത്ത് എത്തിയില്ലേ? അവരെന്തോ വേണം വരട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായിട്ട് കഴിയേണ്ടി വന്നാലോ? ഉറക്കം വരാതിരിക്കാനായി നമുക്ക് പ്രിയം വരുന്നതുവരെ പാടി സ്തുതിച്ചിരിക്കാം. അയ്യോ, ഇത് മറിയാമേ, ഈ കുന്ന ചെവി ഇരിക്കുന്നതാണ് നീ വിളിച്ചതെന്ന് കേട്ടില്ലേ? അതെ, നീ എന്താ താമസിച്ചു? ഓ, ആളെന്നെ പറയണ്ട. കാര്യങ്ങളില്ലേ? ഇന്നലെ അവിടെ ഞാനൊരു പ്രവർത്തികൾക്കൊക്കെ നേരത്തെ എന്റെ മറിയാമേ, എന്നുമാറി വലിയ കത്തകളാണെന്ന് തോന്നുന്നു. അതിന്റെ എല്ലാം ഒരു മകൻ ശരിയടി സൂസി. കന്യടി, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ മേഴ്സിയും സെലിനെയും ഒന്നും കാണാനില്ലല്ലോ. അവളുമാരുടെ കാര്യം പറയാതിരിക്കുക ഭേദം. ഏതെങ്കിലും കാര്യത്തിൽ നേരത്തെ നീ കണ്ടിട്ടുണ്ടോ? അത് നീ പറഞ്ഞത് നേരം. ആ മേഴ്സിയാണെങ്കിൽ പള്ളി വരുന്നത് തന്നെ കുർബാന തീരാറാകുമ്പോഴാണ്. അതുപോലെ നിന്റെ പ്രധാന ബിസിനസ് ഒക്കെ എങ്ങനെ പോകും? പിന്നെ ഒരു ബിസിനസ്. അങ്ങനെ ഏത് നേരം ഒരു മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ചീറ്റിംഗ്, അതല്ല ചാറ്റിംഗ്, ഇതൊക്കെ തന്നെ പണി. നീ ഒട്ടും മോശമൊന്നുമല്ല. നീ നേരത്തെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലല്ലയോ? എന്നും പറഞ്ഞ് കെട്ടിയന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതം കട്ടപ്പുകയാണ്. അതെ, ഞാൻ ഞെട്ടിയെ. രാവിലെ മുതൽക്ക് മീൻകറി ഉണ്ടാക്കി നിൽക്കുവായിരുന്നു. ഇച്ചായന് മീൻകറി ഇല്ലാതെ ചോറായിരുന്നു. കണ്ണനേ മനസ്സിലായി. ഈ അടിപൊളി മീൻകറിയൊക്കെ വെച്ചിട്ടാണ് വരുന്നതെന്ന്. അതിന് ഞാൻ വെച്ചെന്ന് ആരും പറഞ്ഞു? നീ എന്നെ ഇപ്പൊ പറഞ്ഞത് അതൊക്കെ വെറും പറച്ചിൽ. എന്നെ കൊണ്ടുവരുമോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞങ്ങൾക്കറിയാം, നീ ഇപ്പൊ എന്റെ ഊബറിൽ നിന്ന് ഓർഡർ ചെയ്തല്ലേ. ഞാൻ മീൻകറി വെക്കാറുമില്ല, ഓർഡർ ചെയ്യാറുമില്ല. അതെന്താണ് മേഴ്സി, നിനക്ക് മീൻകറി വെക്കാൻ അറിയത്തില്ലയോ? ഉള്ള സത്യം പറയാം, അടുക്കളയിലെ പണിയെല്ലാം അച്ചായനാ ചെയ്യുന്നു. ആ വിഷയം സെല്ലിന് വരുന്നത് വരെ നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം. നിങ്ങളെല്ലാരും നേരത്തെ എത്തിയോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേശം ലേറ്റ് ആയിപ്പോയി. ആക്ച്വലി അത് ഞങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, അവിടെ ഒരു ഇംഗ്ലീഷ്. അത് ഞാൻ താമസിച്ചതേ. ഞാൻ വന്ന വഴിക്ക് ബേഷോർമാളിലൊന്ന് കയറി. നിങ്ങൾക്കറിയാമോ, ബ്ലാക്ക് ഫ്രൈഡേ പ്രമാണിച്ച് 70% ഓഫ് ആയിട്ട് അവിടെ നടക്കുന്നത്. ഞാൻ നമ്മുടെ ലെമണിലൊന്ന് കയറിയിട്ട് എല്ലാത്തിനും അവിടെ 70% ഓഫാണെന്നേ. ഞാൻ അവിടുന്ന് 2-3 ടോപ്പ് വാങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നുണ്ട്? ആണോ? ഇത് നല്ല ടോപ്പാണ്. ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിക്കാനിരിക്കുമോ? നിനക്കെന്റെ ഈ വർഷത്തെ റിസൊല്യൂഷൻ എന്താണെന്നറിയാം? എന്റെ വാർഡ്രോബ് നിറയെ പല തീമിലുള്ള ഡ്രസ്സുകളൊക്കെ നിറയ്ക്കണം. അതാകുമ്പോ പിന്നെ ആ തീം, ഈ തീം, ആ കളർ, ഈ കളർ പറഞ്ഞ ആരൊക്കെ വന്നാലും എന്റെ സംഭവം റെഡി ആയിരിക്കും. എന്നാണല്ലോ അത്രയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മലബാറിക്ക് ഫുഡും കഴിച്ച് അച്ഛൻ എന്നെ ഇപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതേ ഉള്ളൂ. നമ്മുടെ നേഴ്സമ്മ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ എത്തിയേ. സോറി, ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോ ഞാനങ്ങ് മഴയ്ക്ക്. എന്താടി, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. നല്ല പണിയുണ്ടെന്ന് തോന്നുന്നു. ഡോനോ, അതേ ഉള്ളു. രാവിലെ 6 മണിക്ക് ഓപ്പറേഷൻ ചെയ്ത് കയറിയാ. ഇന്ന് 5 ഡെലിവറി ഉണ്ടായിരുന്നേ. നീ വീട്ടിലെങ്ങാനും വന്ന വല്ല സമാധാനം ഉണ്ടോ? ഈ ചായന്റെയും പിള്ളേരുടെയും പപ്പായുടെയും കാര്യമൊക്കെ നോക്കണ്ടേ?
നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ അനുഗമിക്കാം. ഇതെന്നെ വെപ്രാളമാണ്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? നമുക്ക് വിളക്ക് കഴിക്കാം. എടി എണ്ണ ഉണ്ടോടി? ഞാൻ ഓഫീസിൽ നിന്ന് തിരക്ക് പിടിച്ച് വന്നുകൊണ്ട് എണ്ണ എടുക്കാൻ മറന്നു പോയി. സോറി, ഞാനും എടുത്തില്ല. ധൃതിയിൽ ഞാനത് വിട്ടുപോയി. അയ്യോ, ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് പറയാം, കുറച്ച് എണ്ണ തരാം. അതെ, ഞങ്ങൾ എണ്ണ എടുക്കാൻ മറന്നുപോയി. കുറച്ച് എണ്ണ ഞങ്ങൾക്ക് കൂടി കടമ തരുമോ? ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുമേ. അത് പിന്നെ ഞങ്ങൾ അതെ, ഓസിനോട് നിങ്ങൾ തരണ്ട, കടമായി തന്നാൽ മതി. നാളെ ഞങ്ങൾ തിരിച്ചു തരാം. അതുപോലെ സഹോദരിമാരെ, നിങ്ങൾ ഞങ്ങളോട് പരിഭവം തോന്നരുത്. ഞങ്ങളുടെ പക്കലുള്ള എണ്ണ നിങ്ങൾക്കും കൂടി തന്നാൽ ഞങ്ങൾക്കുള്ള എണ്ണ തികയാതെ വരും. ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾ സ്പൈസ് വേൾഡിലോ A-to-Z പോയി എണ്ണ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ പെർമിഷനൊന്നും വേണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് എണ്ണ തരില്ല അല്ലേ? വെള്ള തേച്ച് ശാപക്കളാണ്. പാടി, നമുക്ക് ആ കനാട്ടയിലെ ഇന്ത്യൻ ഷോപ്പിലെങ്ങാനും പോയി എണ്ണ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ കരാട്ട വരെ പോകാൻ നല്ല ട്രാഫിക്കാണ്. നമുക്ക് ഈ മാർക്കറ്റ് പ്ലേസിലെങ്ങാനും കിട്ടുമോ എന്ന് നോക്കാം. ഇതോ പടവാളം വന്നു കഴിഞ്ഞു. സമയം കളയാതെ അവനോട് കൂടി നമുക്ക് അകത്ത് പ്രവേശിക്കാം. വരുവേ, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അവനല്ല എന്തിയടി, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എല്ലാരും അകത്ത് കഥ അടച്ചെന്നാ തോന്നുന്നത്. അതോ നമ്മളെ പേടിച്ച് മുങ്ങിയതായിരിക്കുമോ? എന്റെ ബലമായ സംശയം മണവാൻ വന്നെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് മാറി, ഞാൻ ഒന്ന് നോക്കട്ടെ. ഹലോ, കഥക് തുറക്കൂ. ആരാണ് നിങ്ങൾ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഓ, ഈ മറിയാമെ അറിയത്തില്ലെന്നോ? ഞാൻ വെറും മറിയാമല്ല, ഓട്ടപ്പള്ളിയിലെ സേവിക സമാജ സെക്രട്ടറിയാണ്. വെറുതെ എന്നെ ദേഷ്യപ്പെടുത്തിക്കാതെ കഥ തുറന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ എനിക്കറിയില്ല. നീ ഇങ്ങോട്ട് മാറിക്കല്ലേ പിച്ച. ഹലോ, can you please open the door? If not, I'm gonna break it. ആരാണ് നിങ്ങൾ? സത്യമായി ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇനി എന്നാ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോകാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയതിനെ ജാഗരൂകരായിരിക്കുന്നു. എന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും പാപരഹിതമായ ജീവിതം നയിച്ച് മുമ്പോട്ട് പോകുകയും. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ, ശരിയാ, എനിക്കത് പേടിയാണ്. വരും, നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും നീ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത സൗഭാഗ്യങ്ങളുടെ സുഖഭോഗങ്ങളിൽ മതിമറന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാതെ ഇത്രയും നാൾ ജീവിച്ചു തീർത്തു. നാഥ, ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഇനിയുള്ള കാലം അങ്ങേക്ക് പ്രീതികരമായ വിധം ജീവിതം നയിച്ച് അങ്ങയുടെ നിത്യരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. I'm
പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനം